അപ്പോൾ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ഡീവിയേഷനെ കുറിച്ചാണ്. ഇനി ആ പോസിറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അത് നിങ്ങൾ നേരത്തെ ചെയ്ത ഏതുമായി കമ്പയർ ചെയ്യണം? ഐഡിയൽ സൊല്യൂഷനായിട്ടാണ്. ഓർമ്മയുണ്ടല്ലോ ഐഡിയൽ സൊല്യൂഷൻ? x1 = 1, x2 = 0, ഇവിടെ x1 = 0, x2 = 1. ഇവിടെ എന്താ എഴുതേണ്ടത്? മോൾ ഫ്രാക്ഷൻ. ഇവിടെ വേപ്പർ പ്രഷർ. ഓക്കെ, ഇങ്ങനെ. അതിനുശേഷം നിങ്ങൾക്കറിയാലോ നേരത്തെ വരച്ച ഗ്രാഫാണ് ഇത് രണ്ടും. ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഉദ്ദേശിക്കുന്നത് നോ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ സൊല്യൂഷൻ. ഇനി നമുക്കറിയാം P1 = P01 x1 ആണെങ്കിൽ y = mx ആവും. ഇത് P1 ≠ P01 x1 ആണ്. അപ്പോൾ ഇത് P1 against x1 ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. കാരണം y = mx ഗ്രാഫ് ആവില്ല. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ വരച്ചത് ഏത് സൊല്യൂഷനാണ്? ഐഡിയൽ സൊല്യൂഷൻ. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കണമെങ്കിൽ ഒരു പണിയില്ല. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിന് നേരെ ഇങ്ങനെ ഒരു കർവ് വരക്കുക. ആ കർവ് വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും വരക്കണമെന്നില്ല, വരക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ടും ഇപ്പം നമ്മൾ വരച്ച ഗ്രാഫ് P1 against x1, ഇവിടെ P01. ഓക്കെ, ഇത് P2 against x2, ഇത് ഓക്കെ P2 against x2 അല്ലേ? ഇനി എന്ത് ചെയ്യും? ഇത് ടോട്ടൽ വേപ്പർ പ്രഷർ. സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ നേരത്തെ വരച്ചു. അപ്പോൾ അതിന് മുകളിൽ ഒരു കർവ് വരക്കുക. ഇത് ടോട്ടൽ വേപ്പർ പ്രഷർ. ക്ലിയർ ആയല്ലോ? ഇതാണ് ഏത് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ റെപ്രസെൻറ്റ് ചെയ്ത ഗ്രാഫ്. ഓക്കെ, വരക്കേണ്ട മെത്തേഡ് മനസ്സിലായല്ലോ? അതിൽ നിങ്ങൾ എഴുതണം. പറ്റുമെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഡോട്ടഡ് ലൈൻ ആക്കുക. ഇത് ഡോട്ടഡ് ലൈൻ ആക്കുക. ഓക്കെ, എന്നിട്ട് പറയുക ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്ത് ഐഡിയൽ ബിഹേവിയർ, കർവ് റെപ്രസെൻറ്റ് നോൺ ഐഡിയൽ ബിഹേവിയർ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഗ്രാഫ് വരക്കുക ഐഡിയൽ സൊല്യൂഷൻ്റെ. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെൻറ്റ് എന്ത്? സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻ. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ആക്കുക. ഞാൻ ആദ്യം ഡോട്ടഡ് ലൈൻ ആക്കണില്ല. അത് ഐഡിയൽ സൊല്യൂഷനാണെന്ന് പറയാം, ഐഡിയൽ ബിഹേവിയർ. എന്നിട്ട് ആ കർവ് റെപ്രസെൻറ്റ് ചെയ്ത് നോൺ ഐഡിയൽ ബിഹേവിയർ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. ശരിയായില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാമ്പിൾ മനസ്സിലായല്ലോ? ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമിന് അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. ഇപ്പം നമ്മൾ വെള്ളവും എത്തനോളും കൂടെ മിക്സ് ആക്കുന്നു, ആൽക്കഹോളും കൂടെ, അത് പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. എന്താ കാരണം? ഇവിടെ പ്രത്യേകത വാട്ടറും തമ്മിൽ ഇൻട്രാക്ഷൻ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതേസമയത്ത് ആൽക്കഹോൾ ഇൻട്രാക്ഷൻ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ലൈക്ക് മനസ്സിലായോ? വാട്ടറും തമ്മിൽ ഇൻട്രാക്ഷൻ ഹൈഡ്രജൻ ബോണ്ടിങ്, ആൽക്കഹോൾ ഇൻട്രാക്ഷൻ ഓൾസോ ഹൈഡ്രജൻ ബോണ്ടിങ്. പക്ഷേ അതേ സമയത്ത് തന്നെ ആൽക്കഹോളും വെള്ളവും അല്ലേ തമ്മിൽ ഇൻട്രാക്ഷൻ അല്ലേ സൊല്യൂഷൻ ഉണ്ടാവില്ലേ, അതും ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. പക്ഷേ എത്തനോളും വെള്ളവും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഏതിനേക്കാൾ വീക്കാണ്? വാട്ടറും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനേക്കാൾ വീക്കാണ്. ക്ലിയർ ആയില്ലേ? ഇതൊക്കെ എത്തനോളും വാട്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് സൊല്യൂഷൻ ഉള്ളത്. അത് ഏതിനേക്കാൾ വീക്കാണ്? വാട്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാൾ വീക്കാണ്. അപ്പോൾ എന്ത് ഡീവിയേഷൻ? പോസിറ്റീവ് ഡീവിയേഷൻ. കിട്ടില്ലേ? അപ്പോൾ ഞാൻ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ പറഞ്ഞു. എത്തനോളും വാട്ടറും തമ്മിൽ ഇൻട്രാക്ഷൻ എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാ? എത്തനോൾ സൈക്ലോഹെക്സേനും. ഓക്കെ, യെസ്. ഇനി ഇപ്പോൾ ഞാൻ പോസിറ്റീവ് ഡീവിയേഷൻ പറഞ്ഞത്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോസ് ചെയ്ത് നെഗറ്റീവ് ഡീവിയേഷൻ. അത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോസ് ചെയ്ത് നെഗറ്റീവ് ഡീവിയേഷൻ. എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോസ് വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. അസറ്റോൺ അറിയാലോ? അസറ്റോൺ അതിൻ്റെ ഫോർമുല CH3CO3. അസറ്റോൺ പ്ലസ് ക്ലോറോഫോം ക്ലോറോഫോം CHCl3. ഓക്കെ,
ഇത് രണ്ടും മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ലാസ്റ്റിലാണ്. ഞാൻ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ എന്താണ് അസറ്റോണിൻ്റെ യഥാർത്ഥ ഫോർമുല? CH3 കാണുന്നില്ലേ ബോർഡിൽ? അതേപോലെ തന്നെ ക്ലോറോഫോമിൻ്റെ ഫോർമുല നമുക്ക് ഒന്നുകൂടി ഒന്ന് മാറ്റി എഴുതിയാലേ ഇങ്ങനെ എഴുതാം, CHCl3. കണ്ടില്ലേ? ഈ ക്ലോറിൻ ഇലക്ട്രോൺ വലിക്കുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കാർബൺ ഇലക്ട്രോൺ ഈ 3 ക്ലോറിൻ സ്ട്രോങ് ആയി അങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യും. അപ്പോൾ ഈ കാർബൺ എന്ത് ചെയ്യും? കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആവും. അപ്പോൾ ഈ കാർബൺ ഈ എച്ചിൻ്റെ ഇലക്ട്രോൺ അങ്ങോട്ട് വലിക്കും. അപ്പോൾ ഈ എച്ച് ഡെൽറ്റ പ്ലസ് ആവും. ഓക്കെ, മനസ്സിലായില്ലേ? ഈ C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ് ഇത് ഡെൽറ്റ മൈനസ് ഡെൽറ്റ പ്ലസ് ആണ്. ഓക്സിജൻ അല്ലേ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്, അതുകൊണ്ട് അത് ഡെൽറ്റ മൈനസും ഇതോ ഡെൽറ്റ പ്ലസും. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ കുറച്ച് ഡോട്ട്സ് ഇടുക, അതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എ മിക്സ്ചർ വിച്ച് കണ്ടെയ്ൻസ് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം? ഹൈഡ്രജൻ ബോണ്ടിങ്. എന്നാൽ അസറ്റോൺ ഒരു പോളാർ മോളിക്യൂളാണ്. ഓക്കെ, അപ്പോൾ അസറ്റോൺ ഒരു പോളാർ മോളിക്യൂളാണെങ്കിൽ അസറ്റോണും അസറ്റോണും തമ്മിൽ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവുക. എന്താ ഉണ്ടാവുക? അസറ്റോണും തമ്മിൽ ഡൈപോൾ ഇൻട്രാക്ഷൻ. ഞാൻ വേണമെങ്കിൽ ബോർഡിൽ വരച്ച് കാട്ടി തരാം. അസറ്റോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്താ? ഡൈപോൾ ഇൻട്രാക്ഷൻ. ഇതാണ് അസറ്റോൺ. ഇത് ഡെൽറ്റ പ്ലസ്, ഇതോ ഡെൽറ്റ മൈനസ്. അടുത്തത് ഈ ഇത് ഓക്സിജൻ വരക്കുക, റിവേഴ്സ് ചെയ്ത് വരക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഡെൽറ്റ മൈനസ്, ഇതോ ഡെൽറ്റ പ്ലസ്. ഞാൻ ഇത് ആവശ്യമില്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക. ഈ മൈനസും ഈ പ്ലസ് തമ്മിൽ ഇൻട്രാക്ഷൻ. കണ്ടില്ലേ? കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ച ഡൈപോൾ ഇൻട്രാക്ഷൻ. അതേപോലെ ക്ലോറോഫോമും പോളാർ മോളിക്യൂളാണ്. ഒരു പോളാർ മോളിക്യൂളിലെ ഇൻട്രാക്ഷൻ്റെ പേരെന്താ? ഡൈപോൾ ഇൻട്രാക്ഷൻ. ആ ക്ലോറോഫോമും തമ്മിൽ ഇൻട്രാക്ഷൻ ഡൈപോൾ ഇൻട്രാക്ഷനാണ്. അസറ്റോണും തമ്മിൽ ഇൻട്രാക്ഷൻ എന്താണ്? ഡൈപോൾ ഇൻട്രാക്ഷനാണ്. ഈ രണ്ട് ഇൻട്രാക്ഷൻ ഏതിനേക്കാൾ വീക്കാണ്? അസറ്റോണും ക്ലോറോഫോമും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനേക്കാൾ വീക്കാണ്. സോ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദി സൊല്യൂഷൻ? അസറ്റോൺ ക്ലോറോഫോം. ആ അസറ്റോൺ ക്ലോറോഫോം ഇൻട്രാക്ഷൻ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ആ ഹൈഡ്രജൻ ബോണ്ടിങ് ഏതിനേക്കാൾ സ്ട്രോങ് ആണ്? ഡൈപോൾ ഇൻട്രാക്ഷനേക്കാൾ സ്ട്രോങ് ആണ്. അപ്പോൾ എന്ത് ഡീവിയേഷനായി? നെഗറ്റീവ് ഡീവിയേഷനായി. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അസറ്റോണും ക്ലോറോഫോമും തമ്മിലുള്ള മിക്സർ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ലേ? ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണ്? the interaction between acetone and chloroform is hydrogen bonding, which is stronger than the dipole interaction between acetone or chloroform molecules. എന്നോട് പറയാം, why acetone and chloroform mixture shows negative deviation? The interaction between acetone and chloroform, ബോർഡ് കാണുന്നുണ്ടല്ലോ. The interaction between acetone and chloroform is hydrogen bonding, which is stronger than the dipole interaction between acetone or between chloroform molecules. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ പറഞ്ഞു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ പറയുന്ന റീസൺ മനസ്സിലായോ? അപ്പോൾ നമുക്കിനി എന്തൊക്കെ ചെയ്യാം? എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റൗൾസ് ലോ പ്രകാരം PS = P01x1 + P02x2 ആണല്ലോ. എന്നാൽ നേരത്തെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു PS > P01x1 + P02x2 പറഞ്ഞു. അപ്പോൾ ഇപ്പോഴെന്താ പറയുന്നത്? PS < P01x1 + P02x2. അതായത് ബോർഡിൽ എഴുതാം നെഗറ്റീവ് ഡീവിയേഷൻ. ഒന്ന്, the observed vapor pressure of the solution less than that is expected from Raoult's law. ക്ലിയർ ആയില്ലേ? എന്ന് പറഞ്ഞേ എന്താ ഒന്നാമത്തെ പോയിന്റ്? ദി ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ലെസ് ദാൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം റൗൾട്ട്സ് ലോ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, PS < P01x1 + P02x2. ഓക്കെ, then
രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ അസറ്റോൺ 40 ml എടുത്തു. അസറ്റോൺ 40 ml എടുത്തില്ലേ? ദെൻ ക്ലോറോഫോം 10 ml എടുത്തു. അപ്പോൾ 40ഉം 10ഉം 50 അല്ലേ വേണ്ടത്? ഇത് 50 ഉണ്ടാവില്ല, 50 കുറച്ച് കുറവായിരിക്കും. 50 ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു 45 ആവില്ല കേട്ടോ. ഒരു 49.99 സംതിങ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവില്ല? 50 ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ വിചാരിക്കണ്ട മാജിക് സ്റ്റൈലിൽ എന്ത് 40ഉം 10ഉം മിക്സ് ആക്കിയിട്ട് വേഗം ഒരു 44, 45 കിട്ടുമെന്ന് വിചാരിക്കണ്ട. കിട്ടില്ലേ? അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിങ് ലെസ് ദാൻ ടോട്ടൽ വോളിയം ബിഫോർ മിക്സിങ് അല്ലേ? മിക്സിങ്ങിന് മുമ്പ് ഇപ്പോൾ എത്ര ml ഉള്ളത്? 50. മിക്സിങ്ങിന് ശേഷം 50നേക്കാൾ കുറച്ച് കുറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിങ് മൈനസ് ടോട്ടൽ വോളിയം ബിഫോർ മിക്സിങ്. അത് എത്രയായിരിക്കും? അത് അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ഡെൽറ്റ ബി മിക്സിങ് ലെസ് ദാൻ 0. ഡെൽറ്റ ബി മിക്സിങ് ലെസ് ദാൻ 0. അതിന് മുമ്പേ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. അത് നേരത്തെ ഇതിൽ പറഞ്ഞാണ്. എന്താണ്? അസറ്റോണും ക്ലോറോഫോമും തമ്മിലുള്ള ഇൻട്രാക്ഷന് നമ്മൾ എ ബി ഇൻട്രാക്ഷൻ എന്ന് പറയും. എ ബി ഇൻട്രാക്ഷൻ അത് സ്ട്രോങ്ങർ ദാൻ എ ഓർ ബി ബി ഇൻട്രാക്ഷൻ. കിട്ടില്ലേ? അപ്പോൾ എ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ്ങർ ദാൻ എ ഓർ ബി ബി ഇൻട്രാക്ഷൻ. സ്ട്രോങ്ങർ ദാൻ എ ഓർ ബി ബി ഇൻട്രാക്ഷൻ. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ് ഡെൽറ്റ എച്ച് മിക്സിങ്. പിന്നെ എന്തായിരിക്കും? ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സോതെർമിക്. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ പറയുന്ന സമയത്ത് ഞാൻ ഈ പോയിന്റ്സ് പറയാൻ വിട്ടുപോയി. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. ഈ പോയിന്റ്സ് എഴുതാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്തൊക്കെയാണ് നെഗറ്റീവ് ഡീവിയേഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞോളൂ. ഒന്ന്, ദി ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ലെസ് ദാൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം റൗൾസ് ലോ. കണ്ടില്ലേ? 2, ഡെൽറ്റ ബി മിക്സിങ് ലെസ് ദാൻ 0. ഓക്കെ. 3, എ ബി ഇൻ്ററാക്ഷൻ സ്ട്രോങ്ങർ ദാൻ എ ഓർ ബി ബി ഇൻ്ററാക്ഷൻ. എന്താണ്? എ ബി ഇൻ്ററാക്ഷൻ സ്ട്രോങ്ങർ ദാൻ എ ഓർ ബി ബി ഇൻ്ററാക്ഷൻ. അടുത്ത പോയിന്റ് ഡെൽറ്റ എച്ച് മിക്സിങ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക്. കിട്ടിയില്ലേ? യെസ്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ, അതായത് അത് പറയുന്നതിന് മുമ്പേ ഇത് കംപ്ലീറ്റ് ആക്കട്ടെ. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇതിൻ്റെ നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ. അത് ഇവിടെ തന്നെ ഇതിനെ കമ്പയർ ചെയ്ത് എഴുതിയ എളുപ്പം. ക്ലിയർ? അപ്പോൾ ഞാൻ വളരെ വലിയ ഗ്രാഫ് വരക്കണില്ല, ഇപ്പം വരച്ച് കഴിഞ്ഞല്ലേ. അതുകൊണ്ട് ഇത് x1 എത്ര? 1. x2 എത്ര? 0. ഇത് x1 0, x2 1. ഇവിടെ എന്താ എഴുതേണ്ടത്? വേപ്പർ പ്രഷർ. എക്സ് ആക്സിൽ എന്താ എഴുതേണ്ടത്? മോൾ ഫ്രാക്ഷൻ. ആദ്യം നമ്മൾ ഏത് ഗ്രാഫാണ് വരക്കുക? യെസ്, ഏത്? ഐഡിയൽ സൊല്യൂഷൻ. ഓർമ്മയില്ലേ? ഐഡിയൽ സൊല്യൂഷൻ. എന്നിട്ട് ടോട്ടൽ വേപ്പർ പ്രഷറിൻ്റെ ഗ്രാഫ് വരക്കണം. ക്ലിയർ? ഇനി നെഗറ്റീവ് ഡീവിയേഷനാണ്, ഒന്നും പണിയില്ല. ഈ ഒരിക്കലും P1 = P01 x1 ആവില്ല. അപ്പോൾ എന്ത്? ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കർവ് കിട്ടും. നേരത്തെ നമ്മൾ മുകളിലോട്ടില്ലേ കർവ് വരച്ച്, ഇപ്പോൾ എങ്ങോട്ട് വരക്കണം? താഴോട്ട്. ഇതാ ഒരു പണിയില്ല, ഗ്രാഫ് വരക്കുക. ഉണ്ടല്ലേ ഗ്രാഫ്? ഇത് P1 against x1. ഓക്കെ. ഇനി ഇത് താഴോട്ട് എടുക്കാം. ഓക്കെ. ഇത് P2 against x2. ദെൻ ഇത് താഴോട്ട് എടുക്കാം. ഓക്കെ. ഇത് PS against x എഴുതിയാൽ മതി. ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ P01. ഇതോ P02. ഏതും ഒന്ന് കൂടുതൽ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് എപ്പോഴും താഴെ ഇത്? ഞാൻ ഏതും ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കുമല്ലോ മറ്റേതിനേക്കാൾ, അതുകൊണ്ട് ഇത് കുറവ്, ഇത് കൂടുതൽ എടുത്തു, അത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? നെഗറ്റീവ് ഡീവിയേഷൻ കംപ്ലീറ്റ് ബോർഡിലുണ്ട് എന്ന് പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ്? നെഗറ്റീവ് ഡീവിയേഷൻ 1 പറ. ഒരു സൊല്യൂഷൻ റൗൾസ് ലോ അനുസരിച്ച് ഉള്ളതിനേക്കാൾ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. ദി ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ലെസ് ദാൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം റൗൾസ് ലോ.
രണ്ടാമത്തെ പോയിന്റ് നേരത്തെ പറഞ്ഞ ഉദാഹരണം ഓർമ്മയുണ്ടല്ലോ. അസറ്റോണും ക്ലോറോഫോം മിക്സർ എത്ര കിട്ടിയത്? 40 ml അസറ്റോണും 10 ml ക്ലോറോഫോം മിക്സ് ആക്കിയപ്പോൾ 50 കിട്ടിയോ? 50 കുറവല്ലേ കിട്ടിയത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ബി മിക്സിങ് എന്തായിരിക്കും? >0. എന്താ മൂന്നാമത്തെ പോയിന്റ്? എ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ്ങർ ദാൻ എ ഓർ ബി ബി ഇൻട്രാക്ഷൻ. കിട്ടിയില്ലേ? എന്താ അത് ഏതുമായി കമ്പയർ ചെയ്ത് പഠിക്കുക? അസറ്റോണും ക്ലോറോഫോം. വാട്ട് ഈസ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അസറ്റോൺ ആൻഡ് ക്ലോറോഫോം മോളിക്യൂൾ? ഹൈഡ്രജൻ ബോണ്ടി. ഓക്കെ, അത് ഏതിനേക്കാൾ സ്ട്രോങ് ആണ്? അതല്ലേ സൊല്യൂഷനുള്ളത്? അതാണ് എ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ്ങർ ദാൻ എ ഓർ ബി ബി. ഏതും ഒന്ന്. ഇത് അസറ്റോണിൻ്റെ കേസിൽ അസറ്റോണും ക്ലോറോഫോമും രണ്ടും പോളാർ മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് രണ്ടിലുള്ള ഇൻട്രാക്ഷൻ ഏതാ? അസറ്റോണും തമ്മിലായാലും ക്ലോറോഫോമും തമ്മിലായാലും ഉള്ള ഇൻട്രാക്ഷൻ്റെ പേരെന്താ? ഡൈപോൾ ഇൻട്രാക്ഷൻ. ആ ഡൈപോൾ ഇൻട്രാക്ഷൻ നമ്മുടെ സൊല്യൂഷനിൽ ഇൻട്രാക്ഷൻ ഏതാ? ഹൈഡ്രജൻ ബോണ്ടി ഏതിനേക്കാൾ സ്ട്രോങ് ആണ്? ഡൈപോൾ ഇൻട്രാക്ഷനേക്കാൾ സ്ട്രോങ് ആണ്. ക്ലിയർ ആയോ? ഇനി നാലാമത്തെ പോയിന്റ് ആയിട്ട് എന്താ എഴുതി? ഡെൽറ്റ എച്ച് മിക്സിങ് >0 എന്ന് പറഞ്ഞാൽ എക്സോ തെർമിക്. ക്ലിയർ ആയില്ലേ? എൻതാൽപ്പി ചേഞ്ച് ഓൺ മിക്സിങ് <0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എക്സോ തെർമിക്. കിട്ടിയോ? ഇനി ഗ്രാഫ് വരക്കാൻ പഠിച്ചില്ലേ? ഓക്കെ. ഇനി ഞാൻ നേരത്തെ വിട്ടുപോയി മക്കളെ നേരത്തെ പറയാൻ വിട്ടുപോയി. എന്താണ്? യെസ്, പോസിറ്റീവ് ഡീവിയേഷൻ ഈ പോയിന്റ്സ് എഴുതാൻ വിട്ടുപോയി. അത് ഇവിടെ എളുപ്പമാണ്. ഇപ്പോൾ ബോർഡിൽ മാറ്റാൻ എളുപ്പമായി. പോസിറ്റീവ് ഡീവിയേഷൻ ഒബ്സർവ്ഡ് വേപ്പേഴ്സ് ഓഫ് ദി സൊല്യൂഷൻ ഇവിടെ <> അല്ലേ ഉള്ളത്. അതെന്ത് മാറ്റിയാൽ മതി? > ആക്കി മാറ്റിയാൽ മതി. > വിട്ടുപോയതാണ്. അപ്പോൾ ഏത് അങ്ങനെ അതിനാണെങ്കിൽ PS <> പകരം എന്താക്കിയാൽ മതി? > ഓക്കെ. പിന്നെ ഡെൽറ്റ ബി മിക്സിങ് എന്തായിരിക്കും? <0. അപ്പോൾ നേരത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ സൈക്ലോ എക്സൈനും എത്തനോൾ മിക്സർ പറഞ്ഞിട്ടില്ലേ? ഉദാഹരണം അതേ ml എന്ന് പറയാം. 40 ml എത്തനോളും 10 ml സൈക്ലോ എക്സൈനും മിക്സ് ആക്കിയ ടോട്ടൽ എത്രയും 50 ml. പക്ഷേ 50 ml കൂടുതലുണ്ടാവും. അത് എത്ര ഉണ്ടാവുക? ഒരു 55-60 ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. ഒരു 50 പോയിന്റ് എത്ര? ഒരു 9.978 ആ ടൈപ്പ്. മനസ്സിലായോ? എന്തായാലും കൂടുതലല്ലേ? അപ്പോൾ അതാണ് ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിങ് മൈനസ് ടോട്ടൽ വോളിയം ബിഫോർ മിക്സിങ് എന്ന്, അതായത് ഡെൽറ്റ ബി മിക്സിങ് >0 എന്ന് എഴുതിയത്. ക്ലിയർ ആയോ? ഇനി രണ്ടാമത് പറയേണ്ടതുകൊണ്ട് ആണ് പറയുന്നത് എ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ്ങർ ദാൻ അല്ലേ. നമ്മൾ ഉദാഹരണം എടുക്കുക. എത്തനോളും സൈക്ലോ എക്സൈനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്താണ്? എത്തനോളും സൈക്ലോ എക്സൈനും തമ്മിൽ ഇൻട്രാക്ഷൻ എത്തനോളും സൈക്ലോ എക്സൈനും തമ്മിൽ വേറെ ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താ? വാൻ ഡെർ വാൾസ് ഫോഴ്സ്. എത്തനോളും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. സൈക്ലോ എക്സൈനാണ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. പക്ഷേ എത്തനോളും സൈക്ലോ എക്സൈനും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. കാരണം അവിടെ എക്സ്ട്രാ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? വാൻ ഡെർ വാൾസ് ഫോഴ്സ്. ആ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഏതിനേക്കാൾ വീക്കാണ്? പറയും. ഏതിനേക്കാൾ വീക്കാണ്? എത്തനോളും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനേക്കാൾ വീക്കാണ്. അതാണ് എ ബി ഇൻട്രാക്ഷൻ വീക്കർ ദാൻ പറയും എ ഓർ ബി ബി ഇൻട്രാക്ഷൻ. ക്ലിയർ ആയില്ലേ? ഡെൽറ്റ എച്ച് മിക്സിങ് എന്തായിരിക്കും? <0. കിട്ടില്ലേ? അതായത് എക്സോ തെർമിക്കിന് പോലെ എന്ത് എഴുതുക? എൻഡോ തെർമിക് അല്ലേ? എൻഡോ തെർമിക് പഠിച്ചോ? ക്ലിയർ ആയില്ലേ? എക്സോ തെർമിക് പറഞ്ഞാൽ എനർജി പുറത്തു വിടും. എൻഡോ തെർമിക് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് നമ്മൾ ഒരു ലിക്വിഡ് വേറെ ലിക്വിഡ് മിക്സ് ആക്കുമ്പോൾ അത് എൻഡോ തെർമിക് ആണെങ്കിൽ നോ ഡൗട്ട് അവിടെ തണുപ്പുണ്ടാവും. നമ്മളൊരു ബീക്കറിൽ രണ്ടും മിക്സ് ആക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? തണുപ്പുണ്ടാവും. അടിയിൽ തൊട്ട് നോക്കിയാൽ നല്ല തണുപ്പുണ്ടാവും. അത് എക്സോതെർമിക് ആണ്. നേരത്തെ പറഞ്ഞ എക്സോതെർമിക് ആണെന്നല്ലോ, നല്ല ചൂടുണ്ടാവും, എനർജി പുറത്തു വിടും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി ഗ്രാഫ് നേരത്തെ വരച്ചാണ്. റെഡി? യെസ്, ഇതാണ് ഏത്? ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? യെസ്. ഇനിയാണ് നമ്മൾ ഈ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തേക്ക് പോകുന്നത്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ ഇതിൻ്റെ മീനിങ് ആണ് പറഞ്ഞത്. ശരിയല്ലേ? മീനിങ് അല്ലേ പറഞ്ഞത്? ന്യൂമറിക്കൽസ് ഏത് കൂടുതലൊന്നും എക്സാമിന് ചോദിക്കാറില്ല, എങ്കിലും ഏത് ന്യൂമറിക്കൽ സെക്ഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. റെഡി? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ന്യൂമറിക്കൽ ഒഴികെ ബാക്കി ഞാൻ ഏകദേശം എല്ലാം ഓൾമോസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ദെൻ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതാണ്? പിന്നെ യെസ്, ഈ ടോപ്പിക്കിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് തന്നെ പറയാം. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ്.
അതിലെ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ക്ലിയർ ആയല്ലോ. അപ്പോൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ശരിക്കും ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. ഒരു സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടി സ്വഭാവം ഏതിനെ മാത്രം ആശ്രയിച്ചിരിക്കണം? ആ സൊല്യൂഷനിൽ പ്രസൻറ്റ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ മാത്രം ആശ്രയിച്ചിരിക്കണം. എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. മനസ്സിലായോ? അതായത് ഇപ്പം നമ്മളിപ്പം ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് എടുത്തു. C6H12O6 ആണ്, ശരിയല്ലേ? C6H12O6. അതേ സമയത്ത് ആ ഗ്ലൂക്കോസ് വലിയൊരു മോളിക്യൂളാണ്. മനസ്സിലായില്ലേ? ഗ്ലൂക്കോസ് വലിയൊരു മോളിക്യൂളാണ്. വേറൊരു മോളിക്യൂള് എടുത്താൽ ആ മോളിക്യൂളിനേക്കാൾ ചെറുതായിരിക്കും. ഇപ്പോൾ യൂറിയ എടുത്തു. യൂറിയ ഏതിനേക്കാൾ ചെറിയ മോളിക്യൂളാണ്? ഗ്ലൂക്കോസിനേക്കാൾ ചെറിയ മോളിക്യൂളാണ്. മനസ്സിലായോ? പക്ഷേ എത്ര മോൾ ഗ്ലൂക്കോസ് ഉണ്ടോ അത്ര തന്നെ മോൾ യൂറിയ ഉണ്ടെങ്കിൽ ആ രണ്ട് സൊല്യൂഷനും നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. പറയുന്നത് മനസ്സിലായോ? അപ്പോൾ എന്താ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി? ഞാൻ ഡെഫിനിഷൻ ചെയ്യുന്നുണ്ട്. ദി പ്രോപ്പർട്ടി ഓഫ് എ സൊല്യൂഷൻ, ദി പ്രോപ്പർട്ടി ഓഫ് എ സൊല്യൂഷൻ which depends only on number of moles of solute particles ചേർക്കണം. ആ പാർട്ടിക്കിൾസ് എന്താണെന്നതിൽ കൃത്യമായി പറഞ്ഞു തരും കേട്ടോ. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് on their nature. സ്ഥിരം എക്സാമിന് വേണ്ടിയിട്ട് ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ക്ലിയർ ആയില്ലേ? വാട്ട് ആർ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ്? പറഞ്ഞേ ദി പ്രോപ്പർട്ടി ഓഫ് എ സൊല്യൂഷൻ which depends only on number of moles of solute particles and independent on the nature. ഇതാണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. ഈ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസ് C6H12O6 ആണ്. അതൊരു മോൾ ഗ്ലൂക്കോസ് ഉണ്ട് 1 ലിറ്ററിൽ. NaOH ഏതാണ്? സൊല്യൂഷനിലേക്ക് നമ്മൾ ചേർത്താലേ അത് Na പ്ലസും OH മൈനസായി മാറൂലേ? അത് ഒരു മോൾ NaOH ചേർത്തത്. പക്ഷേ അത് എഫക്റ്റീവായിട്ട് എത്ര മോൾ പാർട്ടിക്കിൾസ് ആവും? 2 മോൾ പാർട്ടിക്കിൾസ് ആവും. എന്താ കാരണം? നോക്കിയേ, NaOH എങ്ങനെ അയോണൈസ് ചെയ്യും? Na പ്ലസും പിന്നെയോ OH മൈനസും. ഇത് എത്ര മോളായിട്ടുള്ളത് 1 ലിറ്ററിൽ? ഞാൻ പറഞ്ഞത് 1 മോളല്ലേ പറഞ്ഞത്? 1 മോൾ. ക്ലിയർ ആയോ? പക്ഷേ ഈ Na പ്ലസ് എത്ര മോൾ ഉണ്ടാവും? 1 മോൾ. ഈ OH മൈനസോ 1 മോൾ ഉണ്ടാവും. അപ്പോൾ ശരിക്കും ടോട്ടൽ എത്ര മോളായി 1 ലിറ്ററിൽ? 2 മോൾ പാർട്ടിക്കിൾസായി. എന്നാൽ നേരത്തെ കേസിലോ ഗ്ലൂക്കോസിലോ അത് C6H12O6 നോൺ ഇലക്ട്രോലൈറ്റ് ആണ്, അത് അയോണൈസ് ചെയ്യില്ല. അപ്പോൾ 1 മോൾ NaOH 1 ലിറ്ററിൽ ഉണ്ടെങ്കിൽ 1 മോളാറായി. അതേ 1 മോളാറായി, പക്ഷെ അത് എഫക്റ്റീവായിട്ട് 2 മോൾ പാർട്ടിക്കിൾസായി പെർ ലിറ്ററായി. പക്ഷേ 1 മോൾ ഗ്ലൂക്കോസ് ആണെങ്കിലോ അത് 1 മോൾ പാർട്ടിക്കിൾസ് മാത്രം. പാർട്ടിക്കിൾസ് എന്ന് മനസ്സിലായോ? പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഒരു സൊല്യൂഷനിൽ ഒരു സബ്സ്റ്റൻസ് കാണപ്പെടുന്നത് അതിനെ പാർട്ടിക്കിൾ എന്ന് പറയും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കേസിൽ ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂൾ തന്നെയാണ് പാർട്ടിക്കിൾ. പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കേസിലോ അതിൻ്റെ അയോൺസ് ആണ് എന്ത്? പാർട്ടിക്കിൾ. അതിലേക്ക് മനസ്സിലായോ? യെസ്. അപ്പോൾ വാട്ട് ആർ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ്? പറഞ്ഞേ. യെസ്, ദി പ്രോപ്പർട്ടി ഓഫ് എ സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി solute particles and independent on the nature. നോട്ടിലേക്ക് എഴുതി എടുക്കണം കേട്ടോ. ഇനി പാർട്ടിക്കിൾസിൻ്റെ എന്താണ് പാർട്ടിക്കിൾസിൻ്റെ മീനിങ് ശരിക്കും മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? യെസ്, ഇപ്പം നമ്മൾ നോക്കുക. 1 മോളാർ ഗ്ലൂക്കോസ്, 1 മോളാർ യൂറിയ. മനസ്സിലായില്ലേ? ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ C6H12O6, യൂറിയോ NH2CONH2. ഇതാണ് യൂറിയ.
അപ്പോൾ ഇതിൽ രണ്ടിനും മോളിക്യൂളാണ് അതിൻ്റെ പാർട്ടിക്കിൾ. അപ്പോൾ രണ്ടിനും ഒരേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിരിക്കും. മനസ്സിലായില്ലേ? ദെൻ 1 മോളാർ NaCl NaOH ഏതായാലും NaCl ആണെങ്കിലോ ആ 1 മോളാർ NaClന് ഈ രണ്ട് സൊല്യൂഷനേക്കാൾ ഏതിനേക്കാൾ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇതിപ്പം NaOH എങ്ങനെ NaCl Na++Cl- കണ്ടില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് A, ഇത് B, ഇത് C ഇങ്ങനെ എടുത്താൽ നമുക്ക് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുതൽ ഏതിനുണ്ടാവില്ല? സിക്കല്ലേ കൂടുതൽ ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ A, പക്ഷേ ഈക്വൽ ടു എന്തായിരിക്കും B. അതെന്ത്? A എന്ന മോളിക്യൂൾ ഒരു ജയൻറ്റ് മോളിക്യൂളാണ് യൂറിയേക്കാൾ. എന്നിട്ടും ആ യൂറിയക്കും ഗ്ലൂക്കോസിൻ്റെ സൊല്യൂഷനും യൂറിയയുടെ സൊല്യൂഷനും ഒരേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയി. കണ്ടില്ലേ നിങ്ങൾ? മനസ്സിലായോ? അപ്പോൾ എന്താണ് അതിൻ്റെ ബേസിക് നോളജ് ക്ലിയർ ആയോ? വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? അതിൽ നിങ്ങൾ ആ ഡെഫിനേഷനിൽ എഴുതിയ പാർട്ടിക്കിൾസ് ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഇനി നമുക്ക് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് അവർ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? നെയിം 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? നെയിം എനി ഫോർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അങ്ങനെ ചോദിക്കാറ്. അപ്പോൾ ഞാൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 പ്രോപ്പർട്ടി ഉണ്ട്. ആ 4 പ്രോപ്പർട്ടി ഏതൊക്കെയാണ് എന്ന് ഒരുമിച്ച് ഞാൻ ബോർഡിൽ എഴുതുന്നില്ല. പകരം അല്ലെങ്കിൽ ഞാൻ എഴുതരാം. ഒന്നാമത്തെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. യെസ്, എഴുതരാം. ബോയിലിംഗ് പോയിന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഒന്നാമത്തത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. മൂന്നാമത്തത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതാൻ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് 4 എഴുതിയേ ഉള്ളൂ. അപ്പോൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പേര് ജസ്റ്റ് ഒന്ന് വായിച്ച് 1 by 1 നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താ ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്.